ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ വെളിയിലേക്ക് നോക്കിയപ്പോൾ നന്നായിട്ട് നേരെയൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 7:45 8 എണീറ്റ് വന്നത്. സാധാരണ ഞാനൊരു 5 മണി 5:15 5:30ക്കുള്ളിൽ എണീക്കുന്നതാണ്. ജോലിക്ക് പോകേണ്ട ദിവസം, കുഞ്ഞിക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമൊക്കെ. അപ്പോൾ കുഞ്ഞ് എണീറ്റ് വന്നു. രാവിലെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചു. കുഞ്ഞിയും വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞ് എണീറ്റ് വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുകയാണ് രാവിലെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം ബാക്കിയുള്ള ദിവസം പുട്ടും ഉപ്പുമാവൊക്കെ മാറ്റി പിടിച്ച് പിള്ളേരെ വെറുപ്പിക്കലാണ് പരിപാടി. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആലു പൊറോട്ടയ്ക്കുള്ള കിഴങ്ങൊക്കെ കഴുകാനായിട്ട് വെച്ചു. പിന്നെ അതിനുള്ള ചട്നിക്കുള്ള ഒരു സവോളയും തക്കാളിയൊക്കെ വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇതേപോലെ വാടിയിട്ട് കുറച്ച് ബീട്രൂട്ട് കിടപ്പുണ്ടായിരുന്നു. അവനെ ഒന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ വെച്ചു. ഇത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചമ്മന്തി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഒരേ സമയത്ത് ഭയങ്കര മൾട്ടി ടാസ്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ അടുക്കളയിലെ പണി ചെയ്യും. ഒരു 1 അവറിനുള്ളിൽ നമുക്ക് അടുക്കളയിലെ കുക്കിംഗ് പരിപാടി എല്ലാം തീർത്ത് തൂത്ത് തുടച്ച് ഇറങ്ങാൻ പറ്റും. മാക്സിമം പോയാൽ 2 മണിക്കൂർ അത്രയും മതി നമുക്ക് തൂത്തും തുടയും ഒക്കെ കൂടിയിട്ട് കഴിയാനായിട്ട് കേട്ടോ. അതേ കിഴങ്ങ് വെന്ത് ഞങ്ങൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാനായിട്ട്. എല്ലാ കുട്ടികളും ഈ പ്രായത്തിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ. കുറച്ചുകൂടെ അറിവായി വരുമ്പോൾ ഇതൊന്നും ചെയ്യലുണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് എൻ്റെ കൂടെ ഇത് ആലു പൊറോട്ടയ്ക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനും ഒക്കെ. ചപ്പാത്തി കുഴയ്ക്കലാണ് പറയേണ്ടത്. വൈദ്യും കുഞ്ഞൊക്കെ മത്സരിച്ചാണ് നിൽക്കുന്നത് ഈ മാവ് എടുത്തിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറോളം അടിയായിരുന്നു. അവളെ മാറ്റി വിട്ടിട്ടൊന്നും പോണില്ല, ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടോ. കയ്യിൽ മാവ് എടുത്ത് ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ അടുപ്പിക്കാനായിട്ടാണ് ചെയ്യാൻ വരാത്തത്, അല്ലെങ്കിൽ അതും ചെയ്യും. അപ്പോൾ ഹർഷാജി ആ സമയത്ത് ഒരു കുന്ന് പാത്രമുണ്ട്, അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് പരത്തി കൊടുക്കുന്നുണ്ട്. ഹർഷ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ആലു പൊറോട്ടയ്ക്കുള്ളതേ. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലേറ്റായിട്ടാണ് എണീറ്റത്. ഞാനാണ് ഏറ്റവും ലേറ്റായിട്ട് എണീറ്റ് വന്നത് കേട്ടോ. ഇന്ന് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. കാരണം എപ്പോഴായാലും പോകണമെങ്കിലും കിടക്കുമ്പം 12:30 1 മണിയാവും. പക്ഷേ എണീക്കുമ്പോൾ വെളുപ്പിനെ എണീക്കും. അപ്പോൾ എന്തായാലും അവധിയുള്ള ദിവസം ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കിച്ചടി എന്നാണോ പച്ചടി എന്നാണോ ഇതിന് പറയുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും ഞാൻ കിച്ചടി എന്നും പറയും, പച്ചടി എന്നും പറയും. അപ്പോൾ വെള്ളയ്ക്കിരിക്കുന്നത് പച്ചടിയും ഇങ്ങനെ കളറിലിരിക്കുന്നത് കിച്ചടിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ച് തരിക കേട്ടോ. കാരണം അറിയില്ല. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു, അരി ഇട്ടു. അപ്പോൾ വെള്ളം നമുക്ക് ഒരു ദിവസം കുറഞ്ഞ 2 കലം വെള്ളമെങ്കിലും വേണം. കാരണം കഴിവതും ഞങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ഞാൻ. അതിനുശേഷം അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരിയും കൂടെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെള്ളം നീട്ടി ഒരു ചായ അങ്ങോട്ട് ഉണ്ടാക്കും. പാൽപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ. പാല് കാര്യങ്ങളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. നേരത്തെ ആണെങ്കിൽ പാല് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കിട്ടാനില്ല. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 കഴിക്കാനെടുത്ത് ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയും നമ്മുടെ ചട്നിയും നമ്മുടെ ചായയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.